പെബിൾസ് മലയാളം. സാധനങ്ങൾ ഉണ്ടാക്കുന്ന തൊഴിൽശാലയാണിത്. ഇതൊരു തിയേറ്ററാണ്. തിയേറ്ററിൽ നിങ്ങൾക്ക് സിനിമ കാണാം. ഇതൊരു ബംഗ്ലാവാണ്. ഇതൊരു വലിയ ഒറ്റപ്പെട്ട വീടാണ്. ഇതൊരു അപ്പാർട്ട്മെന്റ് കെട്ടിടമാണ്. ഇതൊരു കുടിലാണ്. വൈക്കോലും കരിയിലയും കൊണ്ടാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത്. വേൾഡ്, ലോകം. ഇതാണ് വടക്കേ അമേരിക്ക. ഇതാണ് തെക്കേ അമേരിക്ക. ഇതാണ് യൂറോപ്പ്. ഇതാണ് ഏഷ്യ. ഇതാണ് ആഫ്രിക്ക. ഇതാണ് ഓസ്ട്രേലിയ. ഇത് അന്റാർട്ടിക്ക. ഭൂമിയിൽ ഏറ്റവുമധികം തണുപ്പുള്ള ഭൂഖണ്ഡം അന്റാർട്ടിക്കയാണ്. ഭൂമിയിൽ 5 സമുദ്രങ്ങളാണുള്ളത്. അവ ആർട്ടിക് സമുദ്രം, അറ്റ്ലാന്റിക് സമുദ്രം, ഇന്ത്യൻ മഹാസമുദ്രം, പസഫിക് സമുദ്രം, ദക്ഷിണ സമുദ്രം എന്നിവയാണ്. രാജ്യങ്ങൾ: ഇത് കാനഡ. ഇത് USA. ഇത് മെക്സിക്കോ. ഇത് ബ്രസീൽ. ഇത് അർജന്റീന. ഇത് പെറു. ഇത് യുണൈറ്റഡ് കിങ്ഡം. ഇത് ഫ്രാൻസ്. ഇത് ജർമ്മനി. ഇത് സ്പെയിൻ. ഇത് റഷ്യ. ഇത് ഇന്ത്യ. ഇത് പാകിസ്ഥാൻ. ഇത് ചൈന. ഇത് ജപ്പാൻ. ഇത് തായ്ലാൻഡ്. ഇത് ബർമ്മ. ഇത് അറേബ്യ. ഇത് ഇറാൻ. ഇത് ഇറാഖ്. ഇത് ടർക്കി. ഇത് ഈജിപ്ത്. ഇത് ലിബിയ. ഇത് കോങ്കോ. ഇത് കെനിയ. ഇത് സൗത്ത് ആഫ്രിക്ക. ഇത് ന്യൂസിലാൻഡ്. പാർട്സ് ഓഫ് ദ ഡേ, ദിവസത്തിന്റെ വിവിധ ഭാഗങ്ങൾ. ഇത് പ്രഭാതത്തിലെ സൂര്യോദയം. ഇതാണ് ഒരു ദിവസം തുടങ്ങുന്ന സൂര്യോദയ സമയത്തെ ആദ്യ പ്രകാശകിരണം. ഇത് രാവിലെ, മധ്യാഹ്നത്തിനു മുൻപായുള്ള ദിവസത്തിന്റെ ഭാഗമാണിത്. ഇത് ഉച്ചയോടടുത്ത സമയം. പ്രഭാതത്തിനും മധ്യാഹ്നത്തിനും ഇടയിലുള്ള സമയമാണിത്. ഇതാണ് മധ്യാഹ്നം. ദിവസത്തിന്റെ പകുതിയിൽ കൃത്യം 12 മണിയാണ് മധ്യാഹ്നം. ഇത് സായാഹ്നം. മധ്യാഹ്നത്തിനും സന്ധ്യയ്ക്കും ഇടയിലുള്ള സമയമാണിത്. സൂര്യാസ്തമനം അഥവാ സന്ധ്യാസമയം. രാത്രിക്കും വൈകുന്നേരത്തിനും ഇടയിലുള്ള സമയമാണിത്. സൂര്യൻ കാഴ്ചയിൽ നിന്നും മറയുന്ന സമയം. ത്രിസന്ധ്യ. ഇതാണ് അരണ്ട വെളിച്ചത്തോടു കൂടിയ സായാഹ്നം. രാത്രി, സൂര്യാസ്തമനത്തിനും സൂര്യോദയത്തിനും ഇടയിലുള്ള ഇരുണ്ട സമയമാണിത്. സമയം, ടൈം. ഇനി നമുക്ക് ഒരു വർഷത്തിലുള്ള മാസങ്ങളും ആഴ്ച ദിവസങ്ങളും ഏതൊക്കെയാണെന്ന് നോക്കാം. ഒരു വർഷത്തിൽ 12 മാസങ്ങളാണുള്ളത്. അവ യഥാക്രമം ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ എന്നിവയാണ്. ഒരു വർഷത്തിൽ 365 ദിവസങ്ങളാണുള്ളത്. ഇതിൽ ഒരു വർഷം അധിവർഷം അഥവാ ലീപ്പ് ഇയർ എന്നാണ് അറിയപ്പെടുന്നത്. 4 വർഷത്തിലൊരിക്കലാണ് അധിവർഷം അഥവാ ലീപ്പ് ഇയർ വരുന്നത്. അധിവർഷത്തിൽ 366 ദിവസങ്ങൾ ഉണ്ടാവും. ജനുവരി, മാർച്ച്, മെയ്, ജൂലൈ, ആഗസ്റ്റ്, ഒക്ടോബർ, ഡിസംബർ എന്നിവയാണ്. എന്നീ മാസങ്ങളിൽ 31 ദിവസങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. ഏപ്രിൽ, ജൂൺ, സെപ്റ്റംബർ, നവംബർ എന്നീ മാസങ്ങളിൽ 30 ദിവസങ്ങളേ ഉള്ളൂ. 28 ദിവസങ്ങളുള്ള ഒരേ ഒരു മാസം ഫെബ്രുവരി മാത്രമാണ്. എന്നിരുന്നാലും ഓരോ അധിവർഷത്തിലും ഫെബ്രുവരിയിൽ 29 ദിവസങ്ങൾ ഉണ്ടായിരിക്കും. 4 ആഴ്ചകളാണ് ഒരു മാസം. 7 ദിവസങ്ങൾ ചേർന്നതാണ് ഒരാഴ്ച. അവ യഥാക്രമം സൺഡേ ഞായർ, മൺഡേ തിങ്കൾ, ട്യൂസ്ഡേ ചൊവ്വ, വെനസ്ഡേ ബുധൻ, തേഴ്സ്ഡേ വ്യാഴം, ഫ്രൈഡേ വെള്ളി, സാറ്റർഡേ ശനി.
ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളുമെല്ലാം കാലണ്ടറിൽ കാണാം. ഒരു ദിവസം എന്ന് പറയുന്നത് 24 മണിക്കൂറുകളാണ്. ഒരു ദിവസത്തെ 4 ഭാഗങ്ങളായി പിരിക്കാം: പ്രഭാതം, മധ്യാഹ്നം, സായാഹ്നം, രാത്രി. സമയം. ഇനി നമുക്ക് മണിക്കൂറുകളെക്കുറിച്ചും മിനിറ്റുകളെക്കുറിച്ചും പഠിക്കാം. ഒരു ദിവസത്തിൽ 24 മണിക്കൂറുകളുണ്ട്. ഒരു മണിക്കൂറിൽ 60 നിമിഷങ്ങളുണ്ട്. ഒരു നിമിഷം എന്നത് 60 സെക്കൻഡുകളാണ്. ഒരു മണിക്കൂറിൽ 3600 സെക്കൻഡുകളാണ് ഉള്ളത്. ഘടികാരം അഥവാ ക്ലോക്കിന്റെ സഹായത്തോടെ നമുക്ക് സമയം അറിയാനാകും. ഗുഡ് ഹാബിറ്റ്സ്, നല്ല ശീലങ്ങൾ. രാവിലെ നേരത്തെ എഴുന്നേൽക്കുക. മൂത്തവരെയെല്ലാം അഭിവന്ദിക്കുക. പല്ലു തേക്കുക. എല്ലാ ദിവസവും രാവിലെ കുറച്ചുനേരം നടക്കുക. കുളിക്കുക. ദൈവത്തോട് പ്രാർത്ഥിക്കുക. നന്നായി ഭക്ഷണം കഴിക്കുക. അവസരം കിട്ടുമ്പോഴെല്ലാം മറ്റുള്ളവരെ സഹായിക്കുക. സ്കൂളിൽ കൃത്യസമയത്ത് തന്നെ എത്താൻ ശ്രമിക്കുക. പാഠങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. എപ്പോഴും ഹോംവർക്ക് ചെയ്ത് തീർക്കണം. കളിക്കുവാനും സമയം കണ്ടെത്തണം. പൊതുസ്ഥലങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുവാൻ സഹായിക്കുക. സ്വന്തം ഊർജവും ഉപയോഗിക്കുന്ന സാധനങ്ങളും പാഴാക്കരുത്. വയസ്സായവരെ സഹായിക്കുക. ടിവി പ്രോഗ്രാം കാണുന്ന സമയത്ത് സ്ക്രീനിന്റെ വളരെ അടുത്ത് ചെന്നിരിക്കരുത്. പെബിൾസ് മലയാളം